ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. വിയ ഡൊളോറോസ, കുരിശിൻ്റെ വഴി. കർത്താവ് പീലാത്തോസിൻ്റെ അരമനയായ പ്രത്തോറിയത്തിൽ നിന്ന് കുരിശു ചുമന്നുകൊണ്ട് ഗാഗുൽത്ത മല വരെ പോകുന്ന രംഗമാണ് ഇവിടെ ചിത്രീകരിക്കുക. വിയ ഡൊളോറോസ, വേദനയുടെ, സഹനത്തിൻ്റെ, ദുഃഖത്തിൻ്റെ വഴി. ജെറുസലേമിലെ ഈ ഭക്താഭ്യാസം ആദ്യം തുടങ്ങിയിരുന്നില്ല. ജെറുസലേമിലുണ്ടായിരുന്നത് ഒരു ഹോളി സർക്കിളായിരുന്നു. എന്ന് പറഞ്ഞാൽ 12-ാം നൂറ്റാണ്ടിൽ കുരിശുദ്ധം തീരുന്നതോടുകൂടി വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിശുദ്ധ നാട്ടിലെത്തുകയും അന്ന് മുതൽ ഫ്രാൻസിസ്കൻസ് വിശുദ്ധ നാടിൻ്റെ സംരക്ഷകരായി തീരുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നവരും വിശുദ്ധ നാട് സന്ദർശിച്ചവരുമായിരുന്ന തീർത്ഥാടകരിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു യാത്രയാണിത്. ഒലിവുമലയുടെ ഉച്ചിയിലെ സ്വർഗാരോഹണം മുതൽ താഴെ ഗെത്സമൻ തോട്ടവും അത് കഴിഞ്ഞ് ബെതെസ്ത പൂളും അവിടെ നിന്ന് പ്രത്തോറിയവും തുടങ്ങി കുരിശിൻ്റെ വഴി കാൽവരി വരെ എത്തുന്നു. അവിടെ നിന്ന് വീണ്ടും സിയോൻ മല വരെ പോകുന്ന, അതിൻ്റെ ഇടയിൽ ബൈബിളിലെ വിവിധ രംഗങ്ങൾ ഓർക്കുന്ന ഒരു വിശുദ്ധ യാത്ര. ഇത് പിന്നീട് പതുക്കെ പതുക്കെ കുരിശിൻ്റെ വഴിയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. യൂറോപ്പിലാണ് കുരിശിൻ്റെ വഴി എന്നുള്ള ഭക്തി അഭ്യാസം തുടങ്ങുന്നത്. അത് പിന്നീട് ഇവിടെ കൊടുന്ന് സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 14 സ്ഥലങ്ങളിലെല്ലാം ബൈബിളിലുള്ള രംഗങ്ങളല്ല. നമുക്കറിയാം, 3-ാം സ്ഥലം, 7-ാം സ്ഥലം, 9-ാം സ്ഥലം, കർത്താവ് 3 പ്രാവശ്യം വീഴുന്നത്. ബൈബിളിൽ കൃത്യമായിട്ട് അങ്ങനെ ഒരു അവതരണമില്ല. അതുപോലെ തന്നെ മാതാവിൻ്റെ മുഖം മറയ്ക്കുന്ന, അല്ലെങ്കിൽ മാതാവും കർത്താവും തമ്മിൽ കണ്ടുമുട്ടുന്ന 4-ാം സ്ഥലം, വേറോനിക്ക മുഖം തുടയ്ക്കുന്ന 6-ാം സ്ഥലം, മാതാവിൻ്റെ മടിയിലേക്ക് കുരിശിൽ നിന്ന് ഇറക്കിയിരുത്തുന്ന 13-ാം സ്ഥലം, ഇതൊന്നും വ്യക്തമായി ബിബ്ലിക്കലല്ല. എങ്കിലും ബൈബിളിൽ നിന്ന് നമുക്കതിനെക്കുറിച്ച് ഊഹിക്കാം. ഇവിടെ കുരിശിൻ്റെ വഴി തുടങ്ങുമ്പോൾ വിയ സാക്ര, വിശുദ്ധ വഴി, വിയ ക്രൂച്ചിസ്, കുരിശിൻ്റെ വഴി. 14 സ്ഥലങ്ങൾ തുടങ്ങുന്നത് എൽ ഒമറിയെ എന്ന് പറയുന്ന മുസ്ലിം പ്രൈമറി സ്കൂളിൻ്റെ ഗ്രൗണ്ട്, നടുത്തളം, പഴയ പ്രത്തോറിയത്തിൻ്റെ പ്രധാന ഹാളിരുന്നിരുന്ന സ്ഥലം. 1-ാം സ്ഥലവും 2-ാം സ്ഥലവും ഓർക്കുന്നത് ഈ സ്കൂളും ചെമ്മട്ടിയടിയുടെയും വിധിയുടെയും എച്ച്.ഒ.മോ ബസിലിക്കയും ചേരുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് 3-ാം സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമ്മൾ പുറമെ ഡമാസ്കസ് ഗേറ്റിൽ നിന്നും കടന്നു വരുന്ന വഴിയുടെ മൂലയിൽ ചെന്ന് മുട്ടുന്നു. അവിടെ നിന്ന് പതുക്കെ പതുക്കെ മുകളിലോട്ട് കയറുന്നു. ഇന്നുള്ള വഴി പഴയ വഴി പോലെയല്ല. മുഴുവൻ അറബി സൂക്കാണ്. നിറയെ കച്ചവട കേന്ദ്രങ്ങൾ, കച്ചവടക്കാരും വാങ്ങാൻ വരുന്നവരും വിൽക്കാൻ വരുന്നവരും തമ്മിലുള്ള ബഹളങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് ഈ കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ട് മുകളിലോട്ട് കയറാൻ. ഇന്ന് ഏകദേശം 700 മീറ്ററാണ് ഇതിൻ്റെ നീളം. അന്ന് ഏറിയാൽ 1 കിലോമീറ്റർ. പ്രത്തോറിയത്തിൽ നിന്ന് ഗാഗുൽത്ത വരെയുള്ള ദൂരം. കർത്താവ് കുരിശും ചുമന്നുകൊണ്ട് പോയത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തിട്ടാണ്. സ്നേഹത്തിൻ്റെ മഹത്തായ പ്രകടനം. കുരിശില്ലാതെ കിരീടമില്ല. സ്നേഹം പങ്കുവെക്കുന്നതാണ്, മുറിച്ചു നൽകുന്നതാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ആ ബലിയുടെ ഓർമ്മയാണ് ഈ വിയ ഡൊളോറോസ, സഹനത്തിൻ്റെ, വേദനയുടെ, ദുഃഖത്തിൻ്റെ വലിയ വഴി. നമുക്കും ഭക്തിപൂർവം ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.